ഹാപ്പി ബർത്ത്ഡേ എസ്റ്റർ ബേബി. 28th ജൂൺ അല്ലേ? നമ്മളൊക്കെ ജൂൺകാരാ. നേരാ. മധു അതെ ജൂൺകാരാ. ജൂൺകാരാ. ജൂണിലെ നിലാമഴയിൽ ജനിച്ചവരാണ്. അതെ അല്ലേ? ആണോ? ബർത്ത്ഡേ വിശേഷം എന്താണ്? ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ട് അവളുടെ മുഖത്ത്. ഒരു ചിരിയുണ്ട്. അച്ഛനെന്ന് വാങ്ങിച്ചു തന്നു? വാങ്ങിച്ചു കൊടുത്തില്ല, തരാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. തരാൻ പോകുന്നതേ ഉള്ളൂ. വരുന്നേ ഉള്ളൂ ഗിഫ്റ്റ് ഒക്കെ. എന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും അങ്കിള് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരും. പിന്നെന്താ ഉണ്ട്? അത് ഇവിടെ നിന്നല്ല, അത് വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനം. അതാ വിയറ്റ്നാം കൊണ്ടുവന്ന അടുത്ത സ്പെഷ്യൽ. വിയറ്റ്നാം എന്ന് പോയിട്ട് വരുമ്പോ എത്ര പെട്ടി എക്സ്ട്രാ ആയിരുന്നു അപ്പോ? ഗിഫ്റ്റുകൾക്ക് വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണല്ലോ. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ആണോ നമ്മൾ വാങ്ങിക്കേണ്ടത്, അത് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നതാണോ വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കുകയാണോ വേണ്ടത്? ഇഷ്ടമുള്ളത് ചെയ്തോ, മനസ്സിലായില്ലേ? അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണോ, അതോ നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണോ, അതോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം? ഭയങ്കര ബുദ്ധി കേട്ടോ. 3 ഓപ്ഷൻ അല്ലേ? എന്നോട് ചോദിക്കണം. അല്ല, അത് ശരിയല്ലേ മീനുട്ടാ? അതൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ എനിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വാങ്ങണം എന്ന ആഗ്രഹം, അത് സെൽഫിഷ്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ പ്രായോഗികമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ടേ വരണുള്ളൂ. നമ്മുടെ ഗിഫ്റ്റ് ആണല്ലോ, അല്ലേ? ആ രീതിയിലാണ് ഞാൻ എസ്തർ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്. എസ്തർ കുട്ടിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബർത്ത്ഡേക്ക് MJ അങ്കിളുടെ ആയിരിക്കും ആദ്യത്തെ പ്രസന്റ്. ഓക്കെ, അപ്പൊ ഏതാണ് പാട്ട്? മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. ഡീറ്റെയിൽസ് എന്താണ്? സിനിമ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. മ്യൂസിക് രവീന്ദ്രൻ സാർ. എഴുതിയത് ഒരു ചക്രവർത്തിയാ. എഴുതിയത് ഷിബു ചക്രവർത്തി സാർ. പാടിയത് യേശുദാസ് സാറ്. വർഷം 1995. മറ്റേത് ആദ്യം വരുമ്പോ പല്ലൊക്കെ വന്നില്ലേ, കാറ്റ് പോണില്ലേ ഇപ്പൊ പല്ലൊക്കെ. ഓ, അതാണ്. മുട്ടായി ഉണ്ടോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഇന്ന് മിഠായി മഴ വീഴുവോ? ചെലപ്പോ. അഭിഭാഷകൻ ആരാ? അറിയില്ല. വക്കീൽ, അഡ്വക്കേറ്റ്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. താങ്ക് യു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റിട്ടു വീണ തെന്മാമ്പൽ ഒരുമിച്ചു പങ്കിട്ട കാലം. ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. പലവട്ടം പിന്നെയും മാവ് പൂത്തു. പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വച്ച രാത്രി കണ്ണീർ തുടച്ചോ. തിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. തിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു.
ഇത് ബർത്ത്ഡേക്ക് നമുക്ക് കിട്ടിയ സമ്മാനം. ഗിഫ്റ്റ് ആണ്. യെസ്. അപ്പൊ ആ മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു. ഏതാണ് മുഹൂർത്തം? ബർത്ത്ഡേ ഗിഫ്റ്റ് മാത്രമല്ല, ഈ പാട്ട് പാടിയതിനുള്ള ഗിഫ്റ്റും കൂടെയാണ്. എന്ത് രസമായിട്ട് പാടിയത്. എന്തോ ഒരു പൊസസ്ഡ് പോലെയാണ് പാടിയത്. ആ ഓരോ സംഗതിയൊക്കെ എവിടെ നിന്നാണ് ഇത് വരണേ? ഈസി ആയിട്ട് പാടിയല്ലേ, വളരെ ഈസി ആയിട്ട്. ഉള്ളിന്റെ ഉള്ളിലുള്ള ഏതോ ഒരു സംഗീതത്തിന്റെ പൂട്ട് തുറന്ന് അങ്ങനെ വന്ന് പോരെ പോരെ പോരെ. ഇതൊരു പെയിന്റിംഗ് ആണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു പെയിന്റിംഗ് ആണ്. ഇത് നമ്മുടെ കുഞ്ഞിന്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി 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 ബർത്ത്ഡേ. ഇന്ന് എന്ത് രസമായിട്ടാ പാടി. മഴ പെയ്തു മാനം. ആ മാനത്തിന് എന്ത് 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 സ്നേഹിച്ച പാടണ മാനം. ഒന്ന് പാടിയേ. മഴ പെയ്തു മാനം തെളിഞ്ഞ ഫീൽ അല്ലേ. തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റിട്ടു വീണ തേന്മാമ്പൽ ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടാകുമ്പോഴത്തേക്കും എവിടെങ്കിലും ഒരു സംഗതി ഉണ്ടാവും ഒന്ന് കടുപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരു ചോട്ടിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് അവിടുത്തെ സംഗതി ഉണ്ട്. അതാ ഫസ്റ്റ് പലവില്ലേ. അതെ അതെ. കലക്കി. അതെങ്ങനെയായിരുന്നു? തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ. ആഹാ. നല്ല രസമായി കേട്ടോ. ഒരു രക്ഷയില്ല. ഫുൾ പാട്ടൊന്നുകൂടെ കേൾക്കണം തോന്നാം. പലവട്ടം പിന്നെയും മാവ് പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി, പകൽ വർഷരാത്രി കണ്ണീർ തുടച്ചു, നിറയാത്ത നിഴലു നീ എന്നറിഞ്ഞു. പലവട്ടം പിന്നെയും മാവ് പൂത്തു. അങ്ങനെ പലവട്ടം പിന്നെയും മാവ് പൂത്തു, ആഹാ. പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി, പകൽ വർഷരാത്രി തന്മേൽ തുടച്ചു, ഓ ബാക്കിക്കൂടെ പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. അയ്യോ, ഒരു ഉമ്മയല്ല കേട്ടോ, ഒരു 100 ഉമ്മ നമ്മുടെ കുഞ്ഞിന്. ആ ഇങ്ങനെ അതിന്റെ മ്യൂസിക്കാലിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോയി അതിന്റെ ആന്തരികമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എന്തോ ഒരു ഗതിയാകുന്നു സംഗീതം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഉത്കൃഷ്ടമായ ഭാവങ്ങളുടെ അതിപ്പയാണ് ആര്? എസ്തർ കുട്ടി. സംഭവം ബഹുലമാക്കി. അത് എസ്തർ കുട്ടി ഒരു പ്രാവശ്യം പാടുന്ന പോലെ തന്നെയാ പിന്നെയും പാടാൻ അതുപോലെ പാടും. ഒരു ചേഞ്ചും ഇല്ല. എസ്ത്രുട്ടി, ഇതുപോലൊരു സ്ഥലത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എസ്ത്രുട്ടിക്ക് ഒരു വീട് വെക്കാൻ പറ്റട്ടെ കേട്ടാ. അവിടെ താമസിക്കാൻ പറ്റട്ടെ. അങ്ങനെ ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ പിന്നെ സാധിക്കും കേട്ടാ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും അപ്പൊ വിചാരിക്കും പണ്ട് 35 വർഷം മുമ്പേ അല്ലെങ്കിൽ 25 വർഷം മുമ്പേ MG അങ്കിൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് വിചാരിക്കാം കേട്ടാ. ആ അപ്പൊ ഒത്തിരി 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 ഇഷ്ടമായി. ഇത് ഡബിൾ ധമാക്കയാണ് എന്ന് പറഞ്ഞ ബർത്ത്ഡേ ആണ്, പാട്ടിന്റെ ധമാക്കയാണ്. ഇങ്ങനെ കിട്ടുമോ മിനുട്ടി? വളരെ റെയർ ആണ്, പക്ഷെ എസ്തർ കുട്ടിക്ക് കിട്ടി. ആ നന്നായി വരട്ടെ. പെരുന്നാളുട്ടി നമസ്കാരം. നമസ്കാരം. താങ്ക് യു. മീനൂട്ടി, എനിക്ക് തോന്നിയിട്ടില്ല ഈ പിറന്നാളിന്റെ അന്ന് ചിലപ്പോ ദൈവം ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് കൊടുക്കുമോ കുട്ടികൾക്ക്? നമുക്കൊന്നും കിട്ടാറില്ല. എനിക്കങ്ങനെ തോന്നുന്നു. ഇന്നൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ്, അതായത് ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ ശബ്ദബീജികൾ അല്ലേ, പുതിയ ഒരു എക്സ്പ്രഷൻസ് എല്ലാം ഒരു ശരിക്കും ഇങ്ങനെ ബ്ലൂം ചെയ്ത് വന്ന മാതിരി ഇന്ന് അത്ര മനോഹരമായിട്ട് പാടി. ആരെ പഠിപ്പിച്ചേ മോളെ ഈ പാട്ട്? എല്ലാവരും ഉണ്ട്. ഉണ്ണിയുണ്ട്. ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പൊ പഠിച്ചതാണോ മോളത്, അതോ മുമ്പേ അറിയോ പാട്ട്? എത്ര ദിവസം കിട്ടി പഠിക്കാൻ? ബ്യൂട്ടിഫുൾ മോളെ.
താങ്ക് യു. യു ഷുഡ് താങ്ക് യുവർ ഗ്രൂമേഴ്സ് ആസ് വെൽ. കാരണം അത്രയും ഭംഗിയായിട്ട് മോളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. താങ്ക് യു. ബ്യൂട്ടിഫുൾ മോളെ. ഗോഡ് ബ്ലെസ് യു. യെസ്. ഇത് നമ്മുടെ എസ്തർ കുട്ടി തന്നെയാണോ ആണ്. ശരിക്കും? റീലോഡഡ് ആണ്. ഏ റീലോഡഡ്. എനിക്കൊരു സംശയം. ആ ശബ്ദമൊക്കെ എന്ത് രസമാ കേൾക്കാൻ വേണ്ടിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. താങ്ക് യു. എല്ലാം എല്ലാം വേറെ തന്നെ ഒരു വേർഷൻ. പുതിയൊരു എസ്തർ ബേബീനെ കിട്ടി നമുക്ക്. വേർഷൻ ബർത്ത്ഡേ .0. Yes. അതെ, പുതിയ ബർത്ത്ഡേ ആണ്, പുതിയ പുതിയ birthday, ദിവസമാണ്. പുതിയ ഇനി ദിവസം. പണ്ടത്തെ പോലെ അല്ല, ഇനി പണ്ടത്തെ പോലെ ഗ്ലുമ്മോ അങ്ങനെ ഒന്നും ഇനി അയ്യോ, വരില്ല. ഒരു ബർത്ത്ഡേ ആയില്ലേ? ഒറ്റ അത് ബർത്ത്ഡേ ആയതുകൊണ്ടാ. ശരിക്കും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ. അത് ആദ്യം ആ ഒരു തൈമാവിൻ ചോട്ടിൽ പാടിയില്ലേ, അപ്പൊ തന്നെ ഇങ്ങനെ ഞെട്ടിച്ചു. നല്ല ക്ലാരിറ്റിയിൽ നീറ്റായിട്ട് ആ സംഗതി അങ്ങ് വന്നു. റൊമാൻറ്റിഫിക്കേഷൻ. ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻമാമ്പഴം ഒരുമിച്ച് പങ്കിട്ട കാലം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തുടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേൻമാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ഭാഗ്യകാലം. എസ്തർ കുട്ടി അവിടെ പ്രസന്റ് ആയിരുന്നു. ഇതിന്റെ പലതും എസ്തർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവള് പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫീല് കിട്ടുന്നു എന്നുള്ളതാണ്. മിടുക്കി താങ്ക് യു. കേട്ടോ. എനിക്ക് അധികം ഒന്നും പറയാൻ തോന്നില്ല. എനിക്ക് ഇപ്പോഴും എസ്തർ ബേബിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അസറ്റം പാടിയ പാട്ട് ഇതുമാതിരി എക്സ്പ്രഷനോടെ ഇങ്ങനെ അവതരിപ്പിക്കണം. പാടുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. എക്സെപ്ഷണൽ ടാലന്റ്. മിടുക്കി കേട്ടോ. താങ്ക് യു. മിടുക്കി. നല്ല പ്രസൻസ്, നല്ല ഫീല്, മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. യെസ്. അപ്പൊ ഇനി മാർക്കിന്റെ ആവശ്യമില്ല. അത്രയും അധികം കമന്റ്സ് കിട്ടിയില്ലേ? അതെ, വേണമെന്ന് വേണ്ട മാർക്ക്. മാത്രം മതി. അതെ. എന്നാ മുട്ടായി കൊടുക്കാം അല്ലേ? മുട്ട കൊടുക്കാം. അങ്ങോട്ട് മുട്ടായി തരും. ആ, ഓക്കെ, ആ ഡൺ. നിക്കൊണ്ട. താങ്ക് യു ബർത്ത്ഡേ ഗേൾ. എവിടെ? ഞങ്ങൾക്കില്ലേ? അവൾ ഒരെണ്ണം എടുക്കാനാ ഉദ്ദേശിച്ചേ. ഞങ്ങൾക്കില്ലേ? അത് അവളുടെ മുഖത്തുണ്ട് എക്സ്പ്രഷൻ. മുഖമൊക്കെ മാറി. ഒന്നും പറയാനും അയ്യോ, പറ്റില്ല. കയ്യിൽ നിന്ന് പോയല്ലോ. എനിക്ക് അതുകൊണ്ട് ഫുള്ള് തരുന്നില്ല. എനിക്ക് അപ്പൊ കയ്യില് തരുന്നു എല്ലാവർക്കും. മിടുക്കിട്ടോ. എനിക്ക് 2 മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു ചക്കരമുത്തേ. ഓ, അപ്പോഴത്തേക്ക് അത് കഴിച്ചു. എഷ്ടോ കുട്ടോ. 4 ഒരുമിച്ച് ഇട്ടു വന്നിട്ട് പോയ. ഇങ്ങോട്ട് മുട്ടായി തന്നല്ലേ? അപ്പൊ അങ്ങോട്ട് മുട്ടായി തരട്ടെ. തരട്ടെ. അതിനുമ്പേ മാർക്ക് വേണ്ടേ? ആ, വേണം. മാർക്ക് എസ്റോട്ടാണ് ഇന്ന് 100 on 100. 2 സ്റ്റാർസ്. 2 stars. ഒരു മധുരം മഴ എസ്റോട്ടിന്. ഒരു കൊച്ചു കാറ്റേറ്റു വീണ ബർത്ത്ഡേ ഗേൾ. താങ്ക് യു. യെസ്, മിടുക്കി. മഴ പെയ്തു. അതെ, ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കൊടുക്കും ഗിഫ്റ്റ്. എന്തായാലും ബർത്ത്ഡേ ആണല്ലോ, എനിക്ക് കൊടുക്കണം ഗിഫ്റ്റ്. ആണോ? 2 ഗിഫ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആഹാ, മിടുക്കി. എസ്തർ കുട്ടിയാണ്.